ചൈനയ്ക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്താനുള്ള നീക്കം 3 മാസം കൂടി മരവിപ്പിച്ച് US. ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. മുൻപ് പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്നു മുതൽ ചൈനയ്ക്ക് മേൽ 145% തീരുവ നിലവിൽ വരേണ്ടതായിരുന്നു. ചൈനയുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നതെന്നും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉടൻ ചർച്ചകൾ നടത്തുമെന്നും ട്രംപ് പ്രതികരിച്ചു. We'll see what happens. We've been dealing very nicely with China, as you probably have heard. They have tremendous tariffs that they're paying to the United States of America. And we'll see what happens. They've been dealing quite nicely. The relationship is very good with President Xi and myself. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് അടി നൽകുന്നു, ചൈനയെ തലോടുന്നു എന്നതുപോലെയാണല്ലോ കാര്യങ്ങൾ. രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നതാണ് കാര്യങ്ങൾ എന്നാണ് ട്രംപ് നൽകുന്ന സൂചന, അല്ലേ? അതെ, തീർച്ചയായിട്ടും ആര്യ. ഈ ഒരു വിഷയത്തിൽ തന്നെ ട്രംപിൻ്റെ ഡബിൾ സ്റ്റാൻഡ് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ള പേരിലാണ് ഇന്ത്യക്ക് അദ്ദേഹം 50% താരിഫായിട്ട് ഉയർത്തിയത്. എന്നാൽ ഏഷ്യയിലെന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. എന്നാൽ ഇപ്പോൾ ചൈനയ്ക്കുള്ള ചൈനയിൽ നിന്നുള്ള ഈ ഇറക്കുമതി തീരുവ അതിൻ്റെ ഒരു സമയപരിധി ഇപ്പോൾ നിലവിൽ അമേരിക്ക നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനു മുൻപ് സ്വീഡനിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചൈനയ്ക്ക് മേൽ ചുമത്തുന്ന താരിഫ് അത് 30% താഴ്ത്തുന്ന ഒരു നീക്കത്തിലേക്കും അമേരിക്ക പോയിരുന്നു. ഇതിന് പകരമായിട്ട് ചൈന അമേരിക്കയ്ക്ക് മേൽ ചുമത്തിയിരുന്ന ഉയർന്ന താരിഫ് അത് 10% കുറയ്ക്കാനും ധാരണയായിരുന്നു. അപ്പോൾ ഈ ഒരു ധാരണയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ അമേരിക്ക മുൻപ് ചൈനയ്ക്ക് നീട്ടി നൽകിയിരുന്ന സമയം, ഉയർന്ന താരിഫ് ചുമത്താനുള്ള സമയം, അത് ഇന്ന് അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് കൃത്യമായിട്ടുള്ള ചർച്ചകൾ ഒരു ധാരണയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ചൈനയ്ക്ക് മേൽ 145%, ആദ്യം പ്രഖ്യാപിച്ച 145% താരിഫ് ഇന്ന് ചുമത്തുമായിരുന്നു. എന്നാൽ ഈ തുടർ ചർച്ചകൾ എല്ലാം അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ എല്ലാം അനുസരിച്ചാണ് ഇപ്പോൾ ചൈനയ്ക്ക് മേൽ ഈ താരിഫ് ചുമത്താനുള്ള സമയം അത് 90 ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്ര തലവന്മാർ തമ്മിൽ, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഷീ ജിൻപിങ് ആണെങ്കിലും രണ്ടുപേരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരമുണ്ട്. ട്രംപ് ഒക്ടോബർ മാസം അവസാനത്തോടെ ചൈനയിൽ എത്തുമെന്നുള്ള സൂചനകളും നമുക്ക് നിലവിൽ ലഭിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയെന്നോണമാണ് ചൈനയുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നതെന്നും ഈ ഷീ ജിൻപിങ്ങുമായി നല്ല ബന്ധത്തിലാണെന്നും ഒക്കെ ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ചൈനയ്ക്ക് ഇങ്ങനെ ഒരു തലോടൽ കൊടുക്കുന്നതിന് പിന്നിലും വ്യക്തമായിട്ടുള്ള ഒരു നീക്കമുണ്ട് അമേരിക്കയുടേത്. പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ചൈനീസ് ഉൽപ്പന്നമാണ് ചൈനയിലെ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് അത് അമേരിക്കയിലുള്ള ചിപ്പുകളുടെ നിർമ്മാണം, അതുപോലെ വെടിയുണ്ടകളുടെ നിർമ്മാണം, അതുപോലെ വലിയ ഫൈറ്റർ ജെറ്റുകളിൽ വരെ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അമേരിക്കയിലുള്ള കയറ്റുമതി ഈ തീരുവ യുദ്ധത്തിനെ തുടർന്ന് ചൈന താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഇത് കാരണം അമേരിക്കയിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായത്. മാത്രമല്ല, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിലെല്ലാം അമേരിക്കയിൽ ഉപയോഗിച്ചു പോകുന്ന പ്രത്യേകതരം ചിപ്പുകൾ, അതുപോലെ തന്നെ AI കണ്ടൻസ്, ഇതെല്ലാം ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അമേരിക്കയിലുള്ള ഒരു വിപണി അത് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു. മാത്രമല്ല, ലോകത്ത് തന്നെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്ത് ചൈനയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നാണ് രണ്ടാമതായി ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെയർ എർത്ത് എലമെൻസിൻ്റെ കാര്യമാണെങ്കിലും ഈ ചിപ്പുകളുടെ കാര്യമാണെങ്കിലും ഇറക്കുമതിയുടെ കാര്യത്തിലാണെങ്കിലും അമേരിക്കൻ വിപണി അത് വലിയ തോതിൽ പ്രതിസന്ധിയിലാകും. സാധനങ്ങളുടെ വില വർദ്ധിക്കും. അപ്പോൾ ഇത് അമേരിക്കയിലുള്ള ജനങ്ങളെ ട്രംപിനെതിരാക്കും. അപ്പോൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ചൈനയ്ക്ക് തലോടൽ നൽകുന്നതിന് പിന്നിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും അമേരിക്കൻ വിപണിയിലുള്ളത് തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം പോലെയുള്ള കാര്യങ്ങളാണ്. ഇത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ അവർക്കുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളാണ്. അമേരിക്കയിൽ തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ വ്യാപാരികളെ ആശങ്കയിലാക്കുന്നത്
വരുന്നതും മറ്റ് രാജ്യങ്ങളുടെ വിപണികൾ അമേരിക്കയിൽ ശക്തിപ്പെടും എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ ചൈനയിൽ ഈ റെയർ എർത്ത് എലമെന്റ്സ് ആണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും അത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ചൈന മാത്രമാണ്. അപ്പോൾ ഈ മാർക്കറ്റ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ആര്യൻ, തീർച്ചയായും. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.